ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നോക്കുകയുണ്ടായി. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇല്ലസ്ട്രേഷൻ നമ്പർ 1 കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളെല്ലാം ഒരു ടൈം ലൈൻ തന്നെ പോലെ നിങ്ങൾ ആദ്യമേ എഴുതിയിടാൻ ശ്രമിക്കണം. ഓൺ 1st January 2016, Chand Limited purchased 12% debentures of Tata Chemicals at the rate of ₹95. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. പക്ഷെ നമ്മളിത് വാങ്ങുന്നത് 95-നാണ്, ഡിസ്കൗണ്ടിനാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജനുവരി 1 ട്രാൻസാക്ഷൻസ് ആരംഭിക്കുന്നത്. ജൂലൈ 1 മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൺ ജൂലൈ 1, 2016 എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 600 ഡിബഞ്ചേഴ്സ് വെയർ സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹98 ഈച്ച്. ജൂലൈ 1 വാങ്ങിച്ച 1000 ഡിബഞ്ചറിൻ്റെ അകത്തെ 600 ഡിബഞ്ചറുകൾ ₹98 നിരക്കിൽ വിൽപ്പന നടത്തുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി ഓൺ 30th June ആൻഡ് 31st December. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂൺ മാസം 30 ജൂൺ മാസം 30 ഡിസംബർ 31 ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അതായത് ചാന്ദ് ലിമിറ്റഡിനെ സംബന്ധിച്ച് ജൂൺ 30 ഇൻട്രസ്റ്റ് ലഭിക്കും, ഡിസംബർ 31 ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഒരു ഡിബഞ്ചർ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഈ പെർട്ടിക്കുലർ ഡിബഞ്ചറിൻ്റെ 31st ഡിസംബറിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 97 ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിയത് 95-നാണ്, പക്ഷേ ഇയർ എൻഡ് ആയപ്പോഴത്തേനും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 97 ആണ്. നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നു, ഇപ്പോൾ അതിൻ്റെ നിലവിൽ ലാസ്റ്റ് ടൈമിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 97 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ഞാൻ ഓൾറെഡി അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഈ പറയുന്ന ഡേറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങ് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒരല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ആൻസറിൽ നിന്ന് വിഭിന്നമായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ നോമിനൽ വാല്യൂ എന്ന് പറയുന്നതും പ്രിൻസിപ്പിളും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം, നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് റിയലൈസബിൾ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വില അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വില, അതാണ് ശരിക്കും പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഡിബഞ്ചറിനെ കുറിച്ച് പറഞ്ഞു 100 ആണ്. അപ്പം എത്ര നമ്പറാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഡിബഞ്ചർ ഇൻറ്റു 100 ആണ് ഈ തന്നിരിക്കുന്ന നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഡേറ്റിലോട്ട് കിടക്കുകയാണ് 1/1/2016. ആസ് യൂഷ്വൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്ലോഡ് ടു ബാങ്ക് ആണ്. സോ സിമ്പിൾ എൻട്രി ആണ്, ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ അറിയാം 1000 ഡിബഞ്ചറാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്നത്, വാങ്ങുന്നത് 1000 ഡിബഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ 1000 × 100 1 lakh നമ്മളിവിടെ നോമിനൽ വാല്യൂവിൻ്റെ കോളത്തിൽ എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റിലെ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് കുറച്ച് കഴിയുമ്പോൾ വരും. ഇനി നമ്മൾ 1,00,000 വില മതിക്കുന്ന ഈ ഡിബഞ്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വാങ്ങുന്നത് 95-നാണ് വാങ്ങുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് 1000 ഡിബഞ്ചറിന് നമ്മൾ 100 രൂപയ്ക്കല്ല വാങ്ങിയിരിക്കുന്നത്, 1000 ഡിബഞ്ചറിന് നമ്മൾ 95 രൂപയ്ക്കാണ് വാങ്ങുന്നത്. സോ 1000 × 95,000 റുപ്പീസ് മാത്രമേ ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ അത് ഒരു റെഡ് കളറിൽ കാണിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോയ ഒരു തുക ഇതാണ്. 95,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പക്ഷേ നമുക്ക് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കൈവശം ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു
ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്ന എൻട്രിയാണ്. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്ന്, എല്ലാ ജൂണിലും എല്ലാ ഡിസംബറിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നതിനെക്കുറിച്ച് കാണിക്കണം. അതോടൊപ്പം തന്നെ ജൂലൈയിൽ ഒരു ഡിബഞ്ചർ വിറ്റതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് 6-ാം മാസം എൻഡ് ചെയ്യുന്ന 30-ാം തീയതിയാണ്. 30-ാം തീയതി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് നമുക്ക് കാണിക്കണം. ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ നോമിനൽ വാല്യൂവിൽ മേലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 1,00,000-ൻ്റെ ഡിബഞ്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതിന് 12% റിട്ടേൺ നമുക്ക് ലഭിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ 12,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കൈവശം 6-ാമത്തെ മാസമാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ 6-ാം മാസം ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആക്കുമ്പോഴത്തേനും ഫുൾ ഇൻട്രസ്റ്റ് അല്ല ക്രെഡിറ്റ് ആക്കുന്നത്, അതിൻ്റെ നേർ പകുതിയായിട്ടുള്ള 6,000 രൂപയായിരിക്കും നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് ലഭിക്കുന്നത്. സോ മറ്റൊന്നുമല്ല, എൻട്രി വളരെ സിമ്പിളാണ്. ബൈ ബാങ്ക് നമുക്ക് 6-ാം മാസത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നു. കറക്റ്റ് 6,000 രൂപ നമ്മൾ എഴുതുന്നു. ഈ 6,000 രൂപ നമ്മളെ സംബന്ധിച്ചൊരു ഇൻകമാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻകമാണ് 6-ാമത്തെ മാസത്തിൽ കാണിച്ചിരിക്കുന്നു ഇൻകം. ഇനി തൊട്ട് താഴെ നെക്സ്റ്റ് വരുന്നത് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ആണ്. അടുത്ത ടൈം ലൈനിൽ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2016 അന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 1/7/2016 ക്വസ്റ്റിനകത്ത് പ്രത്യേകിച്ചും പറയുന്നുണ്ട് 600 ഡിബഞ്ചർ 98 രൂപയ്ക്ക് വിൽപ്പന നടക്കുന്നു. ശ്രദ്ധിക്കണം, ഞാനിവിടെ എഴുതുകയാണെന്നുടെ 600 ഡിബഞ്ചർ ഇൻറ്റു 98. ഇത് നമുക്ക് ശരിക്കും കിട്ടുന്ന റിയലൈസബിൾ വാല്യൂ ആണ് 600 ഇൻറ്റു 98 എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 600 ഇൻറ്റു 100 ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ലഭ്യമാകുന്ന തുക നമ്മളിവിടെ അതേപടി കാണിക്കണം. ബൈ ബാങ്ക് കയ്യിലിട്ട് പൈസ കിട്ടുന്നത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബൈ ബാങ്ക് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 600 ഡിബഞ്ചറാണ്. സോ 600 ഇൻറ്റു 100 60,000. ദെൻ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് 600 ഇൻറ്റു 98 എന്ന് പറയുന്നത്. അത് 58,800 വരുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ 600 ഡിബഞ്ചർ വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ 60,000 എഴുതി. പക്ഷെ നമുക്ക് ആക്ച്വലി കയ്യിൽ ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 58,800 രൂപയാണ് നമ്മുടെ കൈവശം ലഭിക്കുന്നത്. സോ ജൂൺ കഴിഞ്ഞു, ജൂലൈ 1 കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ലാസ്റ്റ് ഡേ ആണ്, 31 ഡിസംബറിലോട്ടാണ് പോകുന്നത്. 31 ഡിസംബറിൽ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കണം. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ കൈവശം, ഞാനിതൊന്ന് മായ്ക്കുവാണ്, നമ്മുടെ കൈവശം 1000 ഡിബഞ്ചർ ഉണ്ടായിരുന്നു. 1000 ഡിബഞ്ചർ ഉണ്ടായിരുന്നു. ജനുവരിയിലാണ് 1000 ഡിബഞ്ചർ ഉണ്ടായിരുന്നത്. അതിൽ ജൂലൈ 1 നമ്മൾ എത്ര ഡിബഞ്ചർ വിറ്റു? 600 ഡിബഞ്ചർ ജൂലൈയിൽ വിറ്റു. ഇപ്പോൾ ഡിസംബർ എൻഡ് ആയപ്പോഴത്തേനും ശരിക്കും നമ്മുടെ കൈവശം 400 ഡിബഞ്ചറേ നമ്മുടെ കൈവശം ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 400 ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 400 ഇൻറ്റു 100 40,000 വരുന്നത്. ഈ 40,000-ന് നമുക്ക് 12% റിട്ടേൺ കിട്ടുന്നതാണ്. ഒരു സെക്കൻഡ്